അതുപോലെ കെമിക്കൽ സാധനം പ്ലാസ്റ്റിക് എത്തിച്ചാൽ നമ്മൾ ഓസോൺ പാളിക്ക് പൊള്ളൽ സംഭവിക്കും. അപ്പൊ ഇനി ആൾട്രാവയലറ്റ് രശ്മി ശരീരത്തെ കൊതിക്കുന്നത് പഠിച്ചിട്ട് സ്കൂൾ പഠിച്ചില്ല. അപ്പൊ ഇങ്ങനെയുണ്ട് എല്ലാരും വിലയിൽ പോയി ഓരോ സ്റ്റഡി എല്ലാരും പോയി പോകണം. ഇനിയുണ്ട് മറക്കരുത്, എല്ലാരും വിലയിൽ പോയി അസർക്കും മുന്നേ അന്തിക്കും മുന്നേ മൊഞ്ചോല് മാങ്ങിയ തയ്യോ എനിക്കെന്നെ ഇഷ്ടം, ഇല്ലെങ്കിൽ തെങ്ങ് തയ്യോ ഇല്ലെങ്കിൽ സപ്പോർട്ട് തയ്യോ എന്നാലേ നമ്മ തൈ വെച്ചോ കൊണ്ടോ ആദ്യമോ ഇല്ലെങ്കിൽ ചെന്തങ്ങനതോ പച്ചത്തെല്ലാരും ഫോട്ടോയോടോ നോക്കിട്ട് ഏനാളോടോ നമ്മ മദ്രസ ഗ്രൂപ്പ് എന്ന് അഡ്മിനുള്ളിൽ പോകണേന്ന് നോക്കിട്ട് എല്ലാവരും ഇങ്ങനെ ചെടി വെച്ചു തൈപ്പോണം നച്ചു കൂത്തിന്റെ ഫോട്ടോ പിന്നെ വെറുതെ ഇങ്ങനെ നിൽക്കരുത്. പിന്നെ കാര്യമുണ്ട്, ഓരോരുത്തരുണ്ടാവും നെട്ട് മുന്നത്തെ പഴയമാണ്ടില്ല അതിലൊക്കെ കൂട്ടും. അത് പറ്റാണ്ടേ രണ്ടാം തിരിയും എന്നെ മുന്നോട്ട് നോക്കിയാൽ ഈ ഫോട്ടോകള് എന്നെ ഇപ്പൊ വെച്ചതോ ഇല്ലേ അതവന്നെ നോക്കുന്നു. കഴിഞ്ഞല്ല അങ്ങനെ ഇട്ടോണ്ട് വാട്സപ്പിനൊക്കെ എങ്ങനെ പഴയ മാങ്ങയുടെ കാര്യത്തിൽ ഫോട്ടോ എടുത്തിട്ടോ അങ്ങനെ ചെയ്യരുത്. ഇനിയോണ്ടും പുതിയൊന്നിന്ന് പൂത്തോളി ഇപ്പൊ പുതിക്കോ ചൊല്ലി ഒരു മാങ്ങ തയ്യോ ഒരു ഇഷ്ടപ്പെടുന്ന തയ്യോ ഇല്ല തെങ്ങിനെ തയ്യോ ഉപകാരം ഉണ്ടാവില്ല, ഫലം ഉണ്ടാവില്ല. സപ്പോർട്ട് തയ്യോ കസോക്കെ തയ്യോ എന്ന നല്ലൊരു സാധനം എല്ലാരും തന്നെയുണ്ട്. വാഴപ്പഴം ഉണ്ടാകും, വാഴ വെച്ചോ വാഴപ്പഴം വേണ്ട വാഴപ്പഴം വെച്ച മുളക വാഴപ്പഴം കുത്തിയാൽ മുളക്കുവാം. പിന്നെ പയർ കുത്തിയാൽ മുളക്കും, പച്ചപ്പ് കുത്തിയാൽ മുളക്കും, വെണ്ടക്ക കുത്തിയാൽ മുളക്കില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാരും ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി എല്ലാവരും ഓരോ ചെടി. അപ്പൊ നോയിന്ന് ഒരു കാര്യം ചെയ്യാം. പ്രിയ സഹോദരങ്ങളെ, ലോക പരിസ്ഥിതി ദിനം ഒരിക്കൽ കൂടി നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ മനുഷ്യരായ നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ സുഖകരമായി നമ്മുടെ ഈ ജീവിതം നിലനിർത്തുന്നതിന് ആവശ്യമായ ചുറ്റുപാടുകളെല്ലാം ചേർന്നതിനാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. അത് വെറും വൃക്ഷങ്ങളും ജലാശയങ്ങളും മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ സകലതും നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതിന് ആവശ്യമാണ്. ഇതിനെല്ലാം സംരക്ഷിക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണം. പ്രപഞ്ചത്തിൽ സൃഷ്ടാവായ അല്ലാഹു മനുഷ്യനെ പ്രതിനിധിയായി നിശ്ചയിച്ച് അയച്ചതാണ്. പ്രതിനിധികളായ നാം ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും നേതൃത്വം നൽകേണ്ടതാണ്. അപ്പോൾ വൃക്ഷങ്ങളും ചെടികളും സസ്യങ്ങളും ജന്തുജീവജാലങ്ങളും കടലിലും കരയിലുമുള്ള എല്ലാറ്റിനെയും സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ കടമയും കർത്തവ്യവും. പ്രകൃതിയുടെ എല്ലാറ്റിനോടും അതിൻ്റെ ചലനങ്ങൾക്കും താളത്തിനും ഒത്തു നിൽക്കുക എന്നത് ഈ പ്രകൃതിയുടെ സംരക്ഷണമാണ്. അതിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി അതിൻ്റെ താളത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അത് പരിസ്ഥിതിയുടെ നശീകരണമാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ താമസിക്കുമ്പോൾ മലകളും മരുഭൂമികളും നിറഞ്ഞ മദീന, ഒറ്റപ്പെട്ട് അങ്ങിങ്ങായി നിൽക്കുന്ന വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങളെ മുറിക്കാൻ പ്രവാചകനോട് സമ്മതം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മരം നിങ്ങൾ മുറിച്ച് കളയുമ്പോൾ അതിന് പകരമായി മറ്റു മരങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്ന്. അങ്ങനെ കുറഞ്ഞ വർഷങ്ങളെ കൊണ്ട് മദീന മരങ്ങളുടെ ഒരു കാടായി മാറി. മദീനയിലെ സ്വഹറാ, മദീനയിലെ മരുഭൂമി ഖളറാ, അത് പച്ച പിടിച്ച തോട്ടങ്ങളായി മാറി. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന നിവാസികളോട് ഓർമ്മപ്പെടുത്തി, ഒരു മരം അതിൻ്റെ കായ്ക്കനികൾ നമ്മുടെ ജീവിതോപാധിയായി നാം കണ്ടെത്തുന്നു.
അതേ സമയത്ത് ആ വൃക്ഷത്തിൻ്റെ തണൽ അത് നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ്. ആ വൃക്ഷത്തിൻ്റെ ചില്ലകളിൽ കൂട് വച്ച് താമസിക്കുന്ന പക്ഷികളുണ്ട്. ആ